ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ അച്ഛനും അമ്പല കമ്മിറ്റിക്കാർ കൊടുത്തിരിക്കുന്ന ദിവസം പറഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ തിരുവാഭരണം തിരിച്ചേൽപ്പിക്കണം എന്നാണ് അമ്പലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതനുസരിച്ച് പാർവതി അവിടുത്തെ എസ് പറയുന്നുണ്ട്, സർ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സാറ കള്ളന്മാരെ പിടിക്കണം. ഒരു ദിവസം എനിക്കും എന്റെ അച്ഛനും അമ്പല കമ്മിറ്റിക്കാർ തന്നിട്ടുള്ളൂ. കുട്ടി, ഞാൻ വേണമെങ്കിൽ കള്ളന്മാരെ പിടിക്കാം, പക്ഷെ ഈ കള്ളന്മാരുടെ സ്വഭാവം മോൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരെങ്ങനെയൊക്കെ തല്ലി ചതച്ചാലും ചിലപ്പോൾ കുറ്റം സമ്മതിക്കില്ല. അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, പക്ഷെ ചില കള്ളന്മാര് പഠിച്ച കള്ളന്മാരാണെങ്കിൽ കുറ്റം സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ തിരുവാഭരണം എവിടെയാന്ന് അവർ പറയുമെന്ന് സംശയമാണ് എന്ന് പറയാണ്. മോള് പറഞ്ഞ ഈ ഒരു കള്ളനെ ഞാനും ഇന്നലെ അവിടത്തെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എസ് ഐ പറയുമ്പോഴേക്കും പ്രിയൻ ചോദിക്കേണ്ട, അല്ല സാർ ഇന്നലെ കണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. എന്താ ഇവിടെ വന്നേക്കണെന്ന് ചോദിച്ചപ്പോ ബലൂണ് വിൽക്കാനാ വന്നേന്ന് പറഞ്ഞു. കൂടെ ആ രുദ്രപ്രതാപൻ ഉണ്ടായിരുന്നു. അയാൾക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്, അയാളും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ അന്വേഷിക്കാൻ കുട്ടി എന്ന് പറഞ്ഞിട്ട് എസ് ഐ അവിടെ നിന്ന് പോവാണ്. ശേഷം കൈലാസിന്റെ അച്ഛനോട് സഹായം ചോദിക്കേണ്ട, അച്ഛാ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പാർവതി വീട്ടുകാർക്കും, അച്ഛനൊന്ന് കമ്മീഷണർക്ക് ഒന്ന് പറയാവോ, എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം ഒന്ന് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി കമ്മീഷണർ ഒന്ന് വിവരം അറിയിക്കാവോ, സഹായിക്കാവോ എന്നൊക്കെ ചോദിക്കുകയാണ് കൈലാസ്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല കേട്ടോ. നിനക്ക് എന്തിനാ ആവശ്യത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? നോക്ക്, ഇതിപ്പോ മോഷണ ശ്രമമല്ല, വെറും മോഷണ ശ്രമമല്ല, അമ്പലത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച കുറ്റത്തിനാണ് നീ പറയുന്ന ഈ പാർവതിനെ വീട്ടുകാരെ നാട്ടുകാരും അതുപോലെ പോലീസും അറസ്റ്റ് ചെയ്യാൻ പോണത്. അതിലെങ്കാലും എന്റെ മോൻ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കും കൂടി അതിന് നാണക്കേട്. അതുകൊണ്ട് കൈലാസെ, ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് അച്ഛൻ ഉറപ്പിച്ചു പറയാട്ടോ. കൈലാസിനും ആകെ ബുദ്ധിമുട്ടാവാണ്. കൈലാസ് പ്രിയനോട് പറയുന്നുണ്ട്, പ്രിയനോട് മാത്രം മാറ്റി നിർത്തി പറയാണ്, അച്ഛനോട് ഞാൻ സഹായം ചോദിച്ചു പ്രിയൻ, പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. മിക്കവാറും ആ മുക്ത ഇടയിൽ കയറി കളിച്ചിട്ടുണ്ടാവും. അവൾ അച്ഛനെ വിളിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സാരില്ല സർ, എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. എന്തായാലും രുദ്രപ്രതാപനും അയാളും കൂടി സംസാരിക്കണത് എസ് എ കണ്ടു എന്നല്ലേ പറഞ്ഞത്. രുദ്രപ്രതാപന് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവൻ കിട്ടിയ അവസരം മുതലാക്കാണ്. ആ കള്ളന്മാരെ വിളിച്ചു വരുത്തി മോഷ്ടിപ്പിച്ചത് അവൻ തന്നെയായിരിക്കും. പോലീസ് കണ്ടപ്പോ അവൻ പെട്ടെന്ന് തട്ടുമാറ്റിയതായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം രുദ്രനെയാണ് പൊക്കേണ്ടത് എന്ന് പ്രിയം പറയണം. അപ്പൊ കൈലാസ് പറയേണ്ട, അതെ അതെ, അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ സാധിക്കും എന്ന് കൈലാസും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഗുണ്ടകൾ ഒരാൾക്ക് പാമ്പിലെ കടിയേറ്റിട്ടുണ്ടായിരുന്നല്ലോ, അയാളെ കൊണ്ടിട്ട് കൂടെയുള്ള ആളിങ്ങനെ പോണ സമയത്ത് നമ്മുടെ പാറുവിന്റെ കൂട്ടുകാരി അവിടെ നിൽക്കുന്നുണ്ടായിട്ടോ. അപ്പൊ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ ബസ്സോ വണ്ടിയോ ഓട്ടോറിക്ഷയോ എന്തെങ്കിലും കിട്ടോ മോളെ എന്ന് ചോദിക്കുമ്പോ ആ കൊച്ചു പറയണ്ട, അയ്യോ ഇവിടെ ഒന്നും കിട്ടില്ല, അത് അമ്പലക്കവലയുടെ അപ്പുറത്ത് പോകണം, അത് ഒത്തിരി ദൂരമുണ്ടോ? പിന്നെ ഒത്തിരി ദൂരമുണ്ട്, എന്തു പറ്റി, ഈ അങ്കിളിന് സുഖമില്ലേ എന്നാ കൊച്ചു ചോദിക്കുമ്പോ, ഇല്ല സുഖമില്ല, ഒട്ടും വയ്യ, ദേ കാലില് പാമ്പ് കടിയേറ്റു. അയ്യോ പാമ്പ് കൊത്തിയോ? അതെ. അയ്യോ എന്റെ മുത്തശ്ശനെ പാമ്പ് കൊത്തിയ വിഷം എടുക്കുന്ന മുത്തശ്ശനാണ്, എന്റെ മുത്തശ്ശൻ ഒരു വൈദ്യനാണ് എന്ന് പറയുമ്പോ ആ ഗുണ്ടകൾക്ക് സന്തോഷമാവാണ്. ആ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയത് മോളെ. എങ്കിൽ മോളുടെ വീട് ഇവിടെ അടുത്താണോ? അതെ ഇതേ തൊട്ടടുത്താ, ഇവിടെ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. എങ്കിൽ അങ്കിൾമാര് വാ, ഞാൻ കൊണ്ടേ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി, നമ്മുടെ പാറിന്റെ കൂട്ടുകാരുണ്ടല്ലോ, ആ കൊച്ചി നമ്മുടെ ഗുണ്ടകളായ 2 ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിന്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പൊ മുത്തശ്ശ, ദേ ഈ ചേട്ടന്റെ അങ്കിളുടെ കാലിലെ പാമ്പ് കടി ഏറ്റു, ഹോസ്പിറ്റലിൽ അന്വേഷിച്ചടക്കായിരുന്നു, ഹോസ്പിറ്റൽ ഇവിടെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്നെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാനാ മുത്തശ്ശന്റെ കാര്യം പറഞ്ഞത്. ആണോ, വേഗം ഇവിടെ കിടക്കൂ എന്ന് പറയാണ്. അങ്ങനെ അയാൾ കിടക്കുമ്പോ തനക്ക് ശ്വാസമുട്ടൊക്കെ ഉണ്ടായി തുടങ്ങുവാട്ടോ. അപ്പൊ ചോദിക്കണം, എന്തിനാ അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ ചെറിയൊരു ശ്വാസമുട്ട് പോലെ. ദൈവമേ, ഇത് നല്ല ഉഗ്രവിഷമുള്ള പാമ്പാണ് കടിച്ചിരിക്കുന്നത്, ശരീരത്തിൽ ആകെമാടം അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പാമ്പിന്റെ വിഷം ഇറക്കിയേ പറ്റൂ. അല്ല ഇത് എവിടെന്നാ കടിച്ചതെന്ന് ചോദിക്കുമ്പോ ഈ പറമ്പിൽ വെച്ചിട്ടാന്ന് പറയണം. അയ്യോ ആ പറമ്പിലേക്ക് ആരെങ്കിലും പോവോ? അവിടെ പാമ്പുകളുടെ കൂടാരമല്ലേ അവിടെ, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അവിടെ ആരും അങ്ങനെ പോവാറില്ല. അത് ഞങ്ങൾക്ക് ആ വഴി അറിയില്ലായിരുന്നു, ഞങ്ങൾ ഇവിടെ ഉത്സവം കൂടാൻ വേണ്ടി വന്നതാണ്, വഴി അറിയാത്തോണ്ട് പെട്ടുപോയതാണെന്ന് പറയാണ്. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തന്നെ ശ്വാസം മുട്ടൊക്കെ തുടങ്ങിയിട്ട്, എന്നെ എങ്ങനെ രക്ഷിക്കണം, ഞാൻ ചെയ്ത തെറ്റിനെയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്, തെറ്റോ, എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കണ്ട്. അപ്പൊ ആ ഗുണ്ട ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകട്ടോ. ശേഷം മുത്തശ്ശന്റെ കുറെ നേരത്തെ പരിശ്രമം കൊണ്ട് ആ പാമ്പിന്റെ വിഷം പാമ്പ് കടിച്ച വിഷം ആ മുത്തശ്ശൻ വരായ വൈദ്യൻ തിരിച്ചെടുപ്പിക്കാട്ടോ. അങ്ങനെ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടാണ്. നമ്മുടെ ആ ഗുണ്ടക്ക് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നുന്നു. ഈശ്വരൻ, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി, ഇവിടുത്തെ ദേവിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ദേവി എനിക്ക് തന്ന ശിക്ഷയാണ് ഈ പാമ്പിന്റെ കടിയേറ്റത്. പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ കള്ളക്കേസിൽ കൊടുക്കുക, പാവപ്പെട്ട പെൺകുട്ടീനെ അതിന്റെ അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന് ഇവിടുത്തെ ദേവി തന്ന ശിക്ഷയാണ് എന്ന് പണ്ട് പൊട്ടിക്കരയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കുമ്പോ നടന്ന സംഭവങ്ങളൊക്കെ ഗുണ്ട ഇങ്ങനെ വൈദ്യരോടുത്ത്, അതായത് ആ കുട്ടിയുടെ അച്ഛനോട് പറയണ്ട. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി ഇത് പാറുവിനെ കുറിച്ചാണല്ലോ പാറുക്ക് പണി കൊടുത്തത് ഇവരാണല്ലേ,
അല്ലേ എന്ന് ആ കുട്ടി മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ആ കൊച്ച് അപ്പൊ തന്നെ ഓടി വന്നിട്ട് നമ്മുടെ പ്രിയനോടും കൈലാസിനോടും ഈ കാര്യം പറയാൻ വേണ്ടി വരുവാണ്. അതെ ഇത് ഈ പാറുവിന്റെ അച്ഛനെ കുടുക്കിയ ഗുണ്ടകളുണ്ടല്ലോ, അവരെ ഒരാള് പാമ്പ് കടിച്ചു, അയാളെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു, എന്റെ മുത്തശ്ശൻ വൈദ്യരാണ്, അവിടേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ആ ചേട്ടനെ സത്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ കൂടിയിട്ടാണ് അത്രേ ആ തിരുവാഭരണം മോഷ്ടിച്ചതും അതുപോലെ തന്നെ കുഴിച്ചിട്ടതും. സത്യമാണോ മോളെ നീ പറയണത്? അതെ, കൂടെ ആ രുദ്രപ്രതാപൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാള് കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാണ്. എന്നിട്ട് ആ ഗുണ്ടകൾ അവിടെ തന്നെയുണ്ടോ? ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ പ്രിയനും കൈലാസും കൂടി ആ ഗുണ്ടേനെ അന്വേഷിച്ച് വൈദ്യരുടെ അടുത്തേക്ക് പോകണം. ആ ഗുണ്ടയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സത്യം തുറന്നു പറയാൻ നോക്ക്, ദൈവത്തിന്റെ മുതൽ നിങ്ങൾ എടുത്തോണ്ടുള്ള ശിക്ഷയാണ് നിങ്ങൾ ഈ അനുഭവിച്ചത്. ദൈവം കൂടുതലുണ്ടാ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണത്. ഇപ്പൊ മനസ്സിലായി ഇവിടുത്തെ ദേവി ശക്തിയുള്ള ദേവിയാണെന്ന് മനസ്സിലായി സാറേ, എല്ലാം മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം സാറേ. കുറച്ച് പണത്തിനും കള്ളിനും വേണ്ടി കള്ളം കാണിക്കേണ്ടി വന്നു, പാവപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ തകർക്കേണ്ടി വന്നു. അല്ല, നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെല്ലാവരോടും പറയണം. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണെന്നും എല്ലാവരോടും പറയാൻ സാറേ, എല്ലാവരോടും ഞാൻ പറയാം. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല സാറേ, ഞാൻ എല്ലാം പറയാം എന്ന് പറയാണ്. അങ്ങനെ എവിടെയാ കുഴിച്ചിട്ടെന്ന് തനിക്കറിയാലോ? അറിയാം, താൻ തന്നെ ആ തൊണ്ടി മുതൽ കണ്ടെത്തി തരണം, ഞാൻ തരാൻ സാറേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ഗുണ്ടയാണ് പിന്നീട് സത്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടാണ് പ്രിയനും കൈലാസും കൂടെ നമ്മുടെ പാറുവിനെയും പാറുവിന്റെ ചേച്ചീനെയും അമ്മേനെയും ജനാർദ്ദനൻ അങ്കിളിനെയൊക്കെ കൈലാസ് വിളിക്കേണ്ട. എല്ലാവരും വാന്ന് പറഞ്ഞ് വിളിക്കണം. നാട്ടുകാരെയും അതുപോലെ അമ്പല കമ്മിറ്റിക്കാരെയും പോലീസുകാരെയൊക്കെ വിവരം അറിയിക്കണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ പ്രിയനും കൈലാസും കൂടിയിട്ട് ആ ഗുണ്ടനെ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാണ്. അതിനുശേഷം ഗുണ്ട പണ്ട് എല്ലാവരും ക്ഷമിക്കണം, ഇവിടുത്തെ തിരുവാഭരണം മോഷ്ടിച്ചത് ഞാനും എന്റെ കൂടെയുള്ള കള്ളന്മാരും ചേർന്നിട്ടാണ്. അത് ഞങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയെയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് രാത്രി ഈ പെൺകുട്ടിയുടെ വീടിന് പുറകെ ആ തിരുവാഭരണം കൊഴിച്ചിടാൻ നിൽക്കുകയായിരുന്നു, ഇവർ ഒളിപ്പിച്ചു എന്ന് പറയാനായിട്ട്. അപ്പോ അമ്പല കമ്മിറ്റിക്കാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇവിടുത്തെ ഇത്ര ദേഷ്യം? എന്തിനാണ് ഇവരെ ഈ കുടുംബത്തിൽ ഇത്രമാത്രം നിങ്ങൾ നാണം കെടുത്തത്? എന്തിനാ ഈ കുടുംബത്തെ ഇത്ര നിങ്ങൾ ദ്രോഹിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല, ഇവരായിട്ട് ഞങ്ങൾക്ക് ഒരു ശത്രുതയില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കൊടും ക്രൂരത ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പ്രിയനും കൈലാസും പറയടാ, നീ പറയാൻ വന്നൊക്കെ അവരോട് വിളിച്ചു പറയടാ എന്ന് പറയാണ്. അത് ഞങ്ങൾ പിന്നെ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അതേ പോലീസായിരിക്കണത്, പോലീസിനടുത്ത് മര്യാദക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എല്ലാന്നുണ്ടെങ്കിൽ തന്നെ പിടിച്ച് ജയിലിലേക്ക് ഇടും, പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല. ഇപ്പൊ ഒരു ശിക്ഷ കിട്ടിയല്ലേ ഉള്ളൂ പാമ്പ് കടിയേറ്റിട്ട്, ഇനിയും തനിക്ക് ഇതിനെപ്പോലെ അതിനേക്കാൾ അപ്പുറം ശിക്ഷ കിട്ടാൻ പോണേ ഉള്ളൂ. അതുകൊണ്ട് സത്യമായിട്ട് പറയടോ എന്ന് പറയാണ്. പറയാം, ഞാൻ എല്ലാം പറയാം. രുദ്രപ്രതാപൻ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാണ്. രുദ്രപ്രതാപനോ? അതെ, ആ സാറിന് എന്തോ ദേഷ്യം ഉണ്ടെന്ന് ഇവരോടുത്ത്. ഇവര് ആ സാറിന്റെ കുടുംബത്തിനെ കള്ളന്മാരാക്കിയോണ്ട് തിരിച്ചു ഇവരെ കള്ളന്മാരാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞങ്ങൾ കൂടെ നിന്നു പോയി. അല്ല, ഈ തിരുവാഭരണമൊക്കെ എവിടെയാ വെച്ചേക്കണത്? അതൊക്കെ വാഴത്തോപ്പിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ കള്ളന്മാരെ കൊണ്ട് പോയിട്ട് നാട്ടുകാരെല്ലാരും കൂടെ തിരുവാഭരണം കണ്ടെത്തുകയും അത് ദേവിക്ക് ചാർത്തി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാറിന്റെ വീട്ടുകാരും എല്ലാവരും പാവങ്ങളാണെന്നും അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾക്ക് ഇനി ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിലും കാണാൻ പോണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.